വളരെ റിസ്ക് ആണ് കേട്ടോ ഗൈസ്, ഇതിനകത്തൊക്കെ വന്ന് നിന്ന് എടുക്കുക എന്നുള്ളത്. വളരെ സെറ്റ് സംഭവമാണ്. ഇവിടെയൊക്കെ വന്ന് കയറി കാണാതെ പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് കയറി കാണുന്നത്. ഇപ്പം നമ്മുടെ ഒരു ദോസ്തും കൂടെ വന്നിട്ടുണ്ട് ഇതൊക്കെ എടുത്തു തരാൻ. സെറ്റാണ്. ഇതിനകത്തോട്ടൊക്കെ കാണാൻ പൊളി സംഭവമാണ്. 2 പാറകൾ വന്ന് ചേരുന്നൊരു സംഭവമാണ്. ഒരു പൊളി വൈബാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ കാണാം. നല്ലൊരു സ്ഥലം കിട്ടിയപ്പോൾ കുറച്ച് നേരം വന്ന് നിന്ന് നിങ്ങളടുത്ത് സംസാരിക്കാൻ, കത്തിയടിക്കാമെന്ന് തോന്നി. അങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഹലോ, നമസ്കാരം. ട്രീ മീഡിയ എൻ്റർടൈൻമെൻറ്റിലെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള മനോഹരമായ ഒരു സ്ഥലത്താണ്. തിരുവനന്തപുരം ജില്ലയിലെ കല്ലറ പാങ്ങോടിനടുത്തായിട്ട് വരുന്ന കടൽകാണിപ്പാറ എന്ന് പറയുന്ന മനോഹരമായ ഒരു സ്ഥലത്താണ്. കടൽകാണിപ്പാറയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ അധ്യായത്തിൽ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. എന്നിരുന്നാലും കുറച്ച് വ്യത്യസ്തമായ കുറേ കാഴ്ചകൾ കൂടി ഉൾപ്പെടുത്തി ഈ ഒരു അധ്യായത്തിൽ നിങ്ങളുടെ കണ്ണുകളെ കുളിരണിയിക്കാനായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു. എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഈ കടൽകാണിപ്പാറയിലെ ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കടൽ കാണാൻ പറ്റും എന്നാണ് വിശ്വാസം. അത് വിശ്വാസമല്ല, നമ്മൾ ഇവിടുന്ന് അകലേക്ക് നോക്കുമ്പോൾ കടൽ കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഇൻട്രോയിൽ തന്നെ നിങ്ങൾക്ക് അത് കാണിച്ചു തരാമായിരുന്നു. ഇവിടെ കത്തി ജ്വലിക്കുന്ന വെയിലാണ്. ഈ വെയിലത്ത് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ അത് കാണാൻ പറ്റില്ല. അപ്പോൾ ഏതായാലും ഞാൻ ഈ കാഴ്ചകളിലൂടെ സഞ്ചരിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഈ കാഴ്ചകൾ കാണാൻ പറ്റും. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഓക്കെ, നമുക്ക് ഈ കാഴ്ചകളിലേക്ക് പോകാം. കടൽകാണിപ്പാറയിലെ അവിസ്മരണീയമായ വിസ്മരിപ്പിക്കുന്ന അനേകം കാഴ്ചകളിലേക്ക്, പ്രകൃതിയുടെ ആ വർണ്ണാഭമായ ലോകത്തേക്ക് നമുക്ക് യാത്ര ചെയ്യാം. ഓക്കെ, ഈ കാണുന്നതാണ് കടൽകാണിപ്പാറ. ഇവിടെ നിന്ന് കുറച്ച് വിശാലമായ ഒരു ഏരിയയാണ് മുന്നോട്ട് കിടക്കുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് അകലേക്ക് പോകും തോറും നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായി ആ കടൽ കാണാൻ കഴിയും. വളരെ അസ്തമയ സമയത്തൊക്കെയാണ് നമുക്കത് വിശാലമായി കാണാൻ കഴിയുന്നത്. ഈ പാറയുടെ ഇതിന് മുകളിലൊരു കാവൊക്കെ ഉണ്ട്. നമുക്ക് ആ കാവും അല്ലെങ്കിൽ ഈ പ്രകൃതിയുടെ വളരെ ഭംഗിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. നമുക്ക് മുന്നോട്ട് പോകാം. ചെറിയൊരു കടയൊക്കെ ഉണ്ട്. അത്യാവശ്യം നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ കുടിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ നിന്ന് ഇതിപ്പോൾ ഈ സ്ഥലം ഈ ഫ്ലോട്ട് തിരിച്ചിപ്പോൾ എന്തോ ടൂറിസം വകുപ്പിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇടിച്ചിട്ടേക്കുന്നത്. ഇത് വെയിലായത് കാരണം കാണാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇതാണ് നമ്മൾ ഇവിടേക്ക് വരുന്ന എൻട്രി. വളരെ മനോഹരമായ കുറച്ച് കാഴ്ചകളാണ്. ഇതിനേക്ക് മുകളിലേക്കാണ് നമുക്ക് കയറി പോകാനുള്ളത്. ഇതിന് മുകളിലേക്ക് കയറി പോകുമ്പം കാവ്, കുറച്ച് പാറകൾ, പിന്നെ അതിനകത്തോട്ടൊരു ചെറിയ വനമാണ്. ആ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് ആ മുകളിൽ നിന്ന് താഴേക്കുള്ള കാഴ്ചകൾ വളരെ മനോഹരമായ സംഭവം. ഓക്കെ, ഇവിടെ നിന്ന് അകത്തോട്ടാണ് കയറി പോകാനുള്ളത് കേട്ടോ. നമുക്ക് അതിലേ അങ്ങോട്ട് പോവാം. അതിന് മുന്നേ ഇവിടെ കുറച്ച് സംഭവങ്ങൾ കാണിച്ചു തരാം. ഈ പാറയുടെ അടിയിൽ നമുക്ക് കുറച്ച് നേരം വിശ്രമിക്കാൻ പറ്റും. അടിപൊളിയാണ്. ഈ പാറയുടെ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് താഴേക്ക് നോക്കിയാൽ വളരെ സെറ്റായിട്ട് കാണാൻ പറ്റും. വളരെ ഭംഗിയുള്ള കാഴ്ചകളാണ്. കുറേ ഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റും. സോങ് ഷൂട്ട് ചെയ്യാനും, അല്ലെങ്കിൽ ഞാനൊരുപാട് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നൈറ്റ് 8 മണി വരെയാണ് ഇവിടെ സന്ദർശന സമയം. 8 മണിക്ക് ശേഷം ആരെയും കയറ്റി വിടില്ല. ഇപ്പം കുറച്ച് പോലീസിൻ്റെ പെട്രോളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് സേഫ്റ്റിക്ക് നല്ലതാണ്. കാരണം ഇവിടെ ഒരുപാട് അനധികൃതമായ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോലീസിൻ്റെ സേഫ്റ്റി എപ്പോഴും നല്ലതാണ്. പോലീസിൻ്റെ സപ്പോർട്ട് എപ്പോഴും നല്ലതാണ്. അപ്പം ഞാൻ വന്ന സമയത്തുണ്ടായിരുന്നു. അവർ കഴിഞ്ഞ് പോയി ഫുഡ് കഴിക്കാൻ പോയതായിരിക്കാം. പിന്നെ ഇവിടെ നിന്ന് ഒരു അടാർ കൊക്കയാണ്. ഇവിടെ ഒരു ഗ്രില്ല് കൊണ്ട് നിയന്ത്രിച്ചിട്ടുണ്ട്. താഴേക്ക് പോകാൻ പറ്റില്ല. താഴേക്ക് പോയി കഴിഞ്ഞാൽ പൊടി പോലും കിട്ടില്ല. അങ്ങറ്റം വരെ ഒരു 200 എന്നല്ല, ഒരു 500 അടി താഴ്ചയുണ്ട്. 500 അടി താഴ്ച വരും. ഇവിടെയൊക്കെ
കാണാൻ പറ്റുന്ന ഭയങ്കര മനോഹരമായ സ്ഥലമാണ് കേട്ടോ. ഈ പുല്ല്, ഈ പുല്ലിനിടയിലൂടെ, ഈ പാറക്കിടയിലൂടെയൊക്കെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെയൊക്കെ വന്ന് കുറച്ച് നേരം ഇവിടെയൊക്കെ ഇരിക്കാൻ പൊളിയായിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് പോകാൻ പറ്റും. ഈ മലപ്പുറത്ത് കൂടി ഇങ്ങനെ യാത്ര ചെയ്യാൻ ഭയങ്കര സുഖമുള്ളൊരു ഏർപ്പാടാണ്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇവിടെ നിൽക്കാനായിട്ട്. കാറ്റുണ്ട്, സെറ്റ് കാറ്റാണ് എപ്പോഴും. ഈ വെയിലാണെങ്കിൽ നമുക്ക് അത്രത്തോളം വെയിൽ എഫക്റ്റ് ചെയ്യത്തില്ല. എന്താ ഇപ്പം വെയിൽ മങ്ങി കാറ്റുകൾ, ഈ കാറ്റെന്ന് അടിച്ചിട്ട് ഇതൊന്നും അനങ്ങുന്നില്ല എന്നുള്ളതാണ്. ഒരു നല്ല സുഖമുള്ള ഒരു സെറ്റപ്പാണ്, അടിപൊളിയായിട്ടുണ്ട്. എന്താ ഭംഗി എന്നറിയാം. ഇതിപ്പോൾ ഈ വെയിലടിച്ചിട്ട് ഇലകളൊക്കെ ഒന്ന് കരിഞ്ഞ കാരണം വാ വളരെ റിസ്ക് ആണ് കേട്ടോ ഗൈസ്, ഇതിനകത്തൊക്കെ വന്ന് നിന്ന് എടുക്കുക എന്നുള്ളത്. വളരെ സെറ്റ് സംഭവമാണ്. ഇവിടെയൊക്കെ വന്ന് കയറി കാണാതെ പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് കയറി കാണുന്നത്. ഇപ്പം നമ്മുടെ ഒരു ദോസ്തും കൂടെ വന്നിട്ടുണ്ട് ഇതൊക്കെ എടുത്തു തരാൻ. ഇത് സെറ്റാണ്. ഇതിനകത്തോട്ടൊക്കെ കാണാൻ പൊളി സംഭവമാണ്. 2 പാറകൾ വന്ന് ചേരുന്നൊരു സംഭവമാണ്. ഒരു പൊളി വൈബാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ കാണാം. നല്ലൊരു സ്ഥലം കിട്ടിയപ്പോൾ കുറച്ച് നേരം വന്ന് നിന്ന് നിങ്ങളടുത്ത് സംസാരിക്കാൻ, കത്തിയടിക്കാമെന്ന് തോന്നി. അങ്ങനെ വന്ന് നിൽക്കുകയാണ്. അത് നല്ല തളർന്നുണ്ട് ഇവിടെ ഈ സമയത്തൊക്കെ വന്നാൽ കത്തിപ്പോവും. വളരെ ഭയങ്കരമായ ചൂടാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ നിന്ന് വിശ്രമിക്കാനുള്ള സ്ഥലമുണ്ട്. ഏതായാലും പൊളി സ്ഥലങ്ങൾ, ഭയങ്കര ഒരു വൈബ് തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എല്ലാവരും കഴിയുന്നവരൊക്കെ വന്ന് കാണാൻ ശ്രമിക്കുക. നല്ലൊരു ഏരിയയാണ്. അപ്പോൾ നമുക്കിനി കുറച്ച് സ്ഥലങ്ങളിലൂടെ കാണാം. അപ്പോൾ മുന്നോട്ട് കയറി പോവാം, മുകളിലോട്ട് കയറി പോവാം. ഇപ്പോൾ ഒരുപാട് മരങ്ങളൊക്കെ നിറഞ്ഞ ഒരു കാവിൻ്റെ ഒരു പ്രതീതിയാണ് ഇവിടെ മൊത്തത്തിൽ. ഒരു കൊച്ചു വനത്തിനകത്ത് പെട്ടൊരു അനുഭവമാണ്. പിന്നെ ഒരു അഡ്വഞ്ചർ യാത്ര പോലെയൊക്കെ ഫീൽ ചെയ്യും നമുക്കിവിടെ. ഫ്രണ്ട്സ്, ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഇതിൻ്റെ ബാക്കി കഥകളും വിശേഷങ്ങളും അടുത്ത എപ്പിസോഡിൽ നമുക്ക് തീർച്ചയായിട്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ. നമുക്ക് വീണ്ടും കാണാം. കാത്തിരിക്കുക, മറക്കാതെ കാണുക.